إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله، أوصيكم بما وصى الله به الأولين والآخرين، وقال تعالى: ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, വളരെ ജാഗ്രതയോടെ കാണേണ്ട പല കാര്യങ്ങളും നാം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങളാണ് വരുത്തിവെക്കുക. ജാഗ്രതയോടെ കാണേണ്ട മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ നാം ഖേദിക്കേണ്ടി വരും. ജീവിതം കളിയും തമാശയും വിനോദവുമല്ല. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന തിരിച്ചറിവ് ഓരോ മനുഷ്യനും ഉണ്ടാവണമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ വഹ്ദറു, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ ജാഗ്രത പാലിക്കണം, ജാഗരൂകരാവണം. മനുഷ്യന്റെ ആയുസ് അത് വിലപ്പെട്ടതാണ്, സമയം വിലപ്പെട്ടതാണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്, നിങ്ങൾക്കൊരു മടക്കമില്ല എന്നാണോ മനുഷ്യ നീ വിചാരിക്കുന്നത്? അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ, സൂറത്തുൽ ഖിയാമ, ലോകാവസാനം എന്ന അധ്യായത്തിൽ അതിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, മനുഷ്യനെ വെറുതെ വിട്ടേക്കുമെന്നാണോ അവൻ വിചാരിക്കുന്നത്? അലം യകൂ നുത്ഫതം മിൻ മനിയ്യിൻ യുംന, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നുള്ള ഒരു കണിക മാത്രമായിരുന്നില്ലേ മനുഷ്യ നീ? തുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ, പിന്നെ ഒരു ഭ്രൂണമായി, പിന്നീട് ഒരു സൃഷ്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംവിധാനിച്ചു, ശരിപ്പെടുത്തി. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അലൈസ അല്ലാഹു ബിഖാദിരിൻ, അല്ലാഹു കഴിവുള്ളവനല്ലയോ? അയ്യുഹിയൽ മൗത, മരണത്തിന് ശേഷം ഒരു ജീവിതം നൽകാൻ എന്നുള്ള തിരിച്ചറിവ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു തിരിച്ചറിവ് നമുക്കേവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. എന്തിനു വേണ്ടി മനുഷ്യരെ സൃഷ്ടിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെ നാം സൃഷ്ടിച്ചിട്ടില്ല. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, ജനങ്ങൾ മനുഷ്യർ എനിക്ക് ഉപജീവനം നൽകണമെന്നോ ഭക്ഷണം നൽകണമെന്നോ ഞാൻ അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവത്തിൽ മതീൻ, അല്ലാഹുവാണ് റിസ്ക്, നിങ്ങൾക്കുള്ള ജീവിതത്തിന്റെ ഉപജീവനത്തിന്റെ മാർഗങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന റസ്സാഖ് അല്ലാഹുവാണ്. എല്ലാത്തിനും ശക്തിയുള്ള കഴിവുള്ളവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരാധനകൾ, നിങ്ങളുടെ ജീവിതത്തിലെ
പ്രാർത്ഥനകൾ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അഖ്സാ ഗായത്തിൽ ഖുദൂഇ വ തദല്ലുൽ, നിങ്ങൾ വിധേയരായി ജീവിക്കേണ്ടത്, അങ്ങേയറ്റത്തെ താഴ്മയിലും വണക്കത്തിലും ജീവിക്കേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലാണ്. നിങ്ങൾ ജീവിതത്തിൽ കൽപ്പനകളും വിരോധങ്ങളും ഒന്നാമതായി സ്വീകരിക്കേണ്ടത് റബ്ബിന്റെ കൽപ്പനകളെയാണ്, റബ്ബിൽ നിന്നുള്ള വിരോധങ്ങളെയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പഠിപ്പിക്കുകയുണ്ടായി, അൽ ഇബാദ, എന്താണ് ആരാധന? ആരാധന എന്നത് ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർദാ മിനൽ അഖ്വാൽ വൽ അഅമാലി ളാഹിറ വൽ ബാത്തിന, നമ്മിൽ നിന്നുണ്ടാകുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ, ഇന്റേണലും എക്സ്റ്റേണലുമായ അല്ലാഹ് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ആ ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടിയാണ് മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ദുനിയാവിലെ ജീവിതം വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, നമ്മൾ ഏറെ കേൾക്കുന്നതാണ്. ദുനിയാവിലെ ജീവിതം വഞ്ചിച്ച് കളയുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം, പ്രോമിസ് സത്യമാണ്. മരണം സത്യമാണ്, ജീവിതം സത്യമാണ്, സ്വർഗവും നരകവും ഹിസാബും എല്ലാം സത്യമാണ്. അതുകൊണ്ട് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഏറ്റവും വലിയ വഞ്ചകനായ പിശാച്, അവൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പിശാചിന്റെ വഴിയിലാണോ, ശൈത്താനിന്റെ മാർഗത്തിലാണോ, അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. നിങ്ങൾ ജാഗ്രത കാണിക്കണം. വഹ്ദറു മിൻ മഅസിയത്തില്ലാഹ് വ മഅസിയത്തി റസൂലി, അള്ളാഹിനോടും റസൂലിനോടും ധിക്കാരം കാണിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്ന ഫീ ദാലിക ശർറുൻ വൽ ഖുസ്റാനുൽ മുബീൻ, ആ ധിക്കാരം ചെന്നെത്തുന്നത് വ്യക്തമായ വഴികേടിലേക്കാണ്, വ്യക്തമായ നഷ്ടത്തിലേക്കാണ്. ജീവിതത്തിൽ നഷ്ടം സംഭവിക്കാൻ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ മതി. ആ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുന്ന പല പ്രവർത്തനങ്ങളുമായി നമ്മുടെ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിടാൻ വേണ്ടി പിശാച് പരിശ്രമിക്കുക തന്നെ ചെയ്യും. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ അധികം ആളുകളും ഗഫലത്തിലാണ്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ പ്രത്യക്ഷമായ എല്ലാ അറിവും ആളുകൾക്കുണ്ട്. എന്നാൽ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, പരലോകത്തെക്കുറിച്ച് ലക്ഷ്യത്തിൽ നിന്ന് അശ്രദ്ധരാണ് ജനങ്ങളിൽ അധികം ആളുകളും. നമ്മുടെ നാടുകളിലൊക്കെ ഇറങ്ങി ഒന്ന് നടന്നാൽ കാണാൻ സാധിക്കുന്നത് എന്താ? ജീവിതത്തിൽ യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവന്റെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറത്തെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ. വമിനൻ നാസി മൻ യസ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽമിൻ വയത്തഖിദഹ ഹുസുവ ഉലൈക ലഹും അദാബുൻ മുഹീൻ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, വിനോദ വർത്തമാനങ്ങൾ അത് വില കൊടുത്തു വാങ്ങുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ തെറ്റിപ്പോവുകയാണ്, അവരെ തെറ്റിച്ചു കളയുകയാണ്. യാതൊരു ഇൽമും അതിനെക്കുറിച്ച് അവർക്കില്ല. ലക്ഷങ്ങളും പതിനായിരങ്ങളുമാണ് പൊടി പൊടിക്കുന്നത്. ഏതോ നാട്ടിലെ ഏതോ ഒരു രാജ്യത്തിന്റെ ആളുകൾക്ക് വേണ്ടി ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഉണ്ടാക്കി വളർന്നു വരുന്ന തലമുറ സഹോദരങ്ങളെ, ചെറിയ മക്കൾ പോലും അതിലാണ്. നിങ്ങൾ ഏത് പാർട്ടിയാ, നിങ്ങൾ ഏത് ടീമാ, ഏതാളുടെ ആളാണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് മാതൃകയുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് വഴികാട്ടിയായി ജീവിച്ചു കഴിഞ്ഞു പോയ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മുടെ ആയുസ് അത് വിലപ്പെട്ടതാണ്, സമ്പത്ത് വിലപ്പെട്ടതാണ്, സമയം വിലപ്പെട്ടതാണ്, ആരോഗ്യം വിലപ്പെട്ടതാണ്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും അല്ലാഹുവിന്റെ മുമ്പിൽ. ലാ തസൂലു ഖദമ ബനി ആദം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെ കാൽ നിന്നിടത്തു നിന്ന് അനക്കാൻ സാധ്യമല്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കും. അൻ ഉംരിഹി, തന്റെ ആയുസിനെ കുറിച്ച്. ഫീമാ അഫ്നാഹു, നീ എന്തിലാണ് അത് നശിപ്പിച്ചത്. വഅൻ ശബാബിഹി, തന്റെ യുവത്വത്തെ കുറിച്ച് ചോദിക്കും. ഫീമാ അബ്ലാഹു, നീ അതിനെ നശിപ്പിച്ചു കളഞ്ഞത് എന്തിലാണ് എന്ന്. വഅൻ മാലിഹി, തന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, നീ എവിടെ നിന്നത് സമ്പാദിച്ചു. വഫീമാ അൻഫഖഹു, എന്തിലാണ് നീ അത് ചെലവഴിച്ചത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. വമാദാ അമില ഫീമാ അലിം, നീ എന്ത് പഠിച്ചു, നീ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് സഹോദരങ്ങളെ ചോദിച്ചിട്ടല്ലാതെ അള്ളാഹുവിന്റെ കോർട്ടിൽ നിന്ന് ഒന്ന് അനങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തെ നാം ഗൗരവത്തോടു കൂടി കാണണം. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹ്വും വലഹിബ് വഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, ഈ ജീവിതം കളിയും തമാശയുമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിച്ചോളൂ, നിങ്ങൾ വിനോദം ആഡംബരങ്ങളുമായി കൊണ്ട് ജീവിച്ചോളൂ, ആർത്തുല്ലസിച്ചോളൂ എന്നതല്ല. അതല്ല യഥാർത്ഥത്തിൽ ജീവിതം.
യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ, അല്ലാഹുവേ ജീവിതം എന്നത് പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പട്ടിൽ നിന്നുള്ള ഒരു വസ്ത്രം ഹദിയയായി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിട്ട് നമസ്കരിച്ചു. പിന്നീട് അത് ശക്തമായി വെറുപ്പോടുകൂടി ഊരിക്കളഞ്ഞു. ഇന്ന ഹാദാ ലാ യൻബഗി ലിൽ മുത്തഖീൻ, എന്നിട്ട് പറഞ്ഞു ഇത് മുത്തഖീങ്ങൾക്ക് യോജിച്ചതല്ല. ഒരു കാര്യം അത് വിരോധിക്കപ്പെട്ടതാണ്, അത് പാടില്ല, അത് ദീനിനെതിരാണ് എന്ന് മനസ്സിലാക്കിയാൽ അതപ്പോൾ തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിനോടും റസൂലിനോടും എതിര് ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത കാണിക്കണേ. നിങ്ങളെ വലിയ പരീക്ഷണമാണ്, വലിയ ഫിത്നയാണ് നിങ്ങളെ പിടികൂടാനിരിക്കുന്നത്, വേദനയേറിയ ശിക്ഷ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് വേണം. ഏത് സമയത്ത് മരിക്കും, ജീവൻ എപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പിടിക്കുമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. രാത്രി 2 മണിവരെയും 1 മണിവരെയൊക്കെ സമയം കളഞ്ഞുകൊണ്ട് നമ്മുടെ യുവാക്കളും ചെറുപ്പക്കാരുമൊക്കെ റോഡ് സൈഡുകളിലും മറ്റുമൊക്കെ ഫ്ലക്സും കട്ടൗട്ടുകളും അതൊക്കെ നിരത്താൻ വേണ്ടി പരിശ്രമിക്കുക. എന്തൊരു പ്രയോജനമുള്ളത് സഹോദരങ്ങൾ? അതുകൊണ്ട് തന്റെ ആയുസല്ലേ നശിപ്പിച്ചു കളയുന്നത്, ഒരു ഉപകാരവുമില്ല. ഇന്ന് മരിച്ചാൽ നാളെ ഖബറിലെത്തിയാൽ നിന്നോട് ചോദിക്കപ്പെടുന്ന ചോദ്യത്തിന് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നീ എന്ത് സമ്പാദിച്ചു, എന്താ സമ്പാദിച്ചത്? വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു സൂക്ഷ്മമായി അറിയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അല്ലാഹനെ മറന്നുപോയവരെ പോലെ നിങ്ങൾ ആവരുത്. ഫജ്ർ നമസ്കാരമില്ല, ഇശാ നമസ്കാരമില്ല, ജമാഅത്തുകളില്ല, ഖുർആൻ പാരായണമില്ല, എന്തെല്ലാം നന്മകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. സഹോദരങ്ങൾ, ഇത് പറയുമ്പോൾ കളിക്കണ്ട കളി കാണണ്ട എന്നൊന്നല്ല അതിനർത്ഥം, അത് ഹറാമാണ് എന്നല്ല. മറിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് വേണം. മറ്റുള്ളവന്റെ ദുനിയാവിന് വേണ്ടി, മറ്റുള്ളവന്റെ ലാഭത്തിന് വേണ്ടി സ്വന്തം ആയുസിനെ എന്തിനു നമ്മൾ നശിപ്പിക്കണം? നമ്മുടെ ആയുസിന് അതിന്റെ വാല്യൂ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ നിനക്ക് വരുന്നതിന് മുമ്പായി 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയുണ്ടായി. എന്തിനാണ് ഈ പറയുന്നത്? ഖുതുബകളും വഅദുകളും ഉപദേശങ്ങളൊക്കെ എന്തിനാ സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസുകൾ ഓതി, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി ഉത്ബോധിപ്പിക്കുന്നത് ഇതാണ് ജീവിതം, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് ഹക്ക് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഗൗരവത്തോടെ ജാഗ്രതയോടെ കാണണേ നിങ്ങൾ. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ശബാബക ഖബ്ല ഹറമിക, നിന്റെ യുവത്വം വാർദ്ധക്യം വരുന്നതിന് മുമ്പായി നിന്റെ യൗവനത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. സിഹ്ഹതക ഖബ്ല സഖമിക, നിന്റെ ആരോഗ്യം, രോഗം വരുന്നതിന് മുമ്പായി നിന്റെ ആരോഗ്യമുള്ള സമയത്ത് നീ നന്മ പ്രവർത്തിച്ചോ. ഗിനാക ഖബ്ല ഫഖരിക, നിന്റെ റിച്ച് ആയിട്ടുള്ള പൈസയുള്ള സമയത്ത് നീ അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. നീ പാപ്പരായി ദരിദ്രനായി പോകുന്നതിന് മുമ്പ്. വഫറാഖ ഖബ്ല ശുഗ്ലിക, നിന്റെ ഫ്രീ ടൈം അത് നീ ബിസി ആകുന്നതിന് മുമ്പ് അത് നീ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. വഹയാതക ഖബ്ല മൗതിക, നിന്റെ ജീവിതം മരണം വരുന്നതിന് മുമ്പ് നീ അതിനെ നന്മയിൽ ഉപയോഗപ്പെടുത്തിക്കോളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. ഇതാണ് സ്വർഗം ലക്ഷ്യമാക്കി ജീവിച്ച സലഫുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുത്തത്. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ, നിങ്ങൾ അറിയണേ, നിശ്ചയമായും ദൈഹിക ജീവിതം എന്നത് കളിയാണ്, തമാശയാണ്, പൊങ്ങച്ചം പറയലാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചറിവുണ്ടാവണം എന്നതാണ്. മഹാനായ ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലയുടെ വാക്കുകൾ ജീവിതത്തെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. യബ്ന ആദം, അല്ലയോ മനുഷ്യപുത്ര, ഇന്നമാ അൻത അയ്യാം, നീ എന്ന് പറഞ്ഞത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ഫഇദാ ദഹബ യൗമൻ ദഹബ ബഅദുക്, നിന്നിൽ നിന്ന് ഒരു ദിവസം പോയാൽ നിന്റെ ഒരു പാർട്ടാണ് പോകുന്നത്. മാ മിൻ യൗമിൻ യൻഷഖു ഇല്ലാ വയുനാദി, ഏതൊരു പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. യബ്ന ആദം, അല്ലയോ മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദ്, നിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാകുന്ന ഒരു ദിവസമാണ് ഞാൻ ഇന്ന്. ഫതസവ്വദ് മിന്നി, നീ എന്നെ പരമാവധി യൂട്ടിലൈസ് ചെയ്തോളൂ. ഫഇന്നി ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഒരിക്കലും നിന്നിലൂടെ കഴിഞ്ഞുപോയ സമയം, ആയുസിന്റെ ഓരോ നിമിഷങ്ങളും നിന്നിലേക്ക് തിരിച്ചു വരികയില്ല എന്ന യാഥാർത്ഥ്യം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ ജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയതാണ്. അദ്ദുനിയ സലാസത്തു അയ്യാം, ദുനിയാവുന്നത് 3 ദിവസങ്ങൾ മാത്രമാണ്. അമ്മ അംസി ഫഖദ് ദഹബ ബിമാ ഫീഹി, ഇന്നലെ എന്നത് അതും കൊണ്ട് പോയി, അറിയില്ല, കുറെ നമുക്ക് ചെയ്തു പോയിട്ടുണ്ട് അറിവില്ലായ്മ കൊണ്ട്, ഇന്നലെ ചെയ്തത് കഴിഞ്ഞുപോയി. വഅമ്മ ഗദ്,
ഫലഅല്ലക ലാ തുദ്രികുഹു, നാളെ എന്നത് എന്തു ചെയ്യുമെന്ന് നിനക്കറിയില്ല, നിനക്ക് കിട്ടുമോ എന്നറിയില്ല. വഅമ്മൽ യൗം, എന്നാൽ ഇന്നെന്നുള്ളത് ഫലക, അത് നിനക്കുള്ളതാണ്. ഫഅമൽ ഫീഹി, അതിൽ നീ അമൽ ചെയ്യുക. സഹോദരങ്ങളെ, ഈ ജീവിതയാത്രയിൽ എവിടെ എപ്പോൾ നിലച്ചു പോകുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. എത്രയോ ആളുകളാണ് അതെ അവര് ഒരുപാട് കാലം ജീവിക്കുമെന്ന ആഗ്രഹത്തിൽ പലതും ചെയ്തു വെച്ചു, പക്ഷേ പെട്ടെന്നൊരു വേദന വന്ന് അവർ ഈ ലോകത്തുനിന്ന് വിട പറയുന്നു. കളിയിലും തമാശയിലുമായി ജീവിതം നശിപ്പിക്കുവാനുള്ളതല്ല, നമുക്കൊരുപാട് ബാധ്യതകളുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ ആഖിറത്തിന് വേണ്ടി, യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി സമ്പാദിക്കുക എന്നുള്ളതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ, ഇർതഹലത്തിദ് ദുനിയ മുദ്ബിറ വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില. ഈ ദുനിയാവ് നമ്മിൽ നിന്ന് പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, നാം ആഖിറത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി മിൻഹുമാ ബനൂൻ, ദുനിയാവിനും ആഖിറത്തിനും ആളുകളുണ്ട്. കൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ ആളുകളാവുക. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ ആളുകളാവരുത്. ഫൈനൽ യൗമ അമൽ, ഇത് അമൽ ചെയ്യാൻ, കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ്. വലാ ഹിസാബ്, ഇന്ന് ഈ ഭൂമി ലോകത്ത് ഐഹിക ജീവിതത്തിൽ ഇവിടെ കണക്ക് നോക്കുന്നില്ല. വഅമ്മാ ഗദ്, നാളെ ഹിസാബുൻ വലാ അമൽ, നാളെയാണ് കണക്ക് നോക്കുന്നത്. നാളെ അമൽ ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിഅമതാനി മഅബൂനൻ ഫീഹിമാ കസീറു മിനൻ നാസ്, രണ്ട് അനുഗ്രഹങ്ങൾ അധികം ആളുകളും അതിൽ വഞ്ചിതരാണ്. അസ്സിഹ്ഹതു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവുമാണത്, അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെതിരായിക്കൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്കെതിരായുള്ള കാര്യങ്ങൾ ഈ ആളുകളുടെ ഫാൻസും അതുപോലെ തന്നെ വ്യക്തികളെയും അതുപോലെ രാജ്യങ്ങളെയും ഒക്കെ അന്ധമായി അനുകരിച്ച് അതിനെ ഫോളോ ചെയ്ത് കാണിച്ചു കൂട്ടുന്നത് എന്താ? ഇസ്ലാം വിരോധിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളുടെയൊക്കെ മുടി വെട്ടുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ് എന്ത്? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസ, ഖസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. എന്താണ് ഖസ എന്നുള്ളത്? അൻ യുഹ്ലിഖ ബഅദു റഅസി, തലയുടെ ഒരു ഭാഗം മാത്രം ഷേവ് ചെയ്യുക, ഒരു സൈഡ്. വയുസ്റക ബഅദ്, പിന്നെ ഒരു സൈഡ് അത് ഒഴിവാക്കുക. അങ്ങനെ നമുക്ക് കാണാം ഓരോ ആളുകളെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ, അത് നമ്മുടെ കൾച്ചർ അല്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബിയൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടിയുടെ യുഹ്ലഖു ബഅദു റഅസിഹി, തലയുടെ ചില ഭാഗങ്ങൾ ഇങ്ങനെ ഷേവ് ചെയ്തിട്ടുണ്ട്. വയുസ്റക ബഅദ്, ചില ഭാഗങ്ങൾ മുടിയുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനഹാഹു അൻ ദാലിക, നബി അത് വിരോധിച്ചു, ഇത് പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെയോ ഒന്നെങ്കിൽ യഹ്ലിഖു കുല്ലഹു, ഒന്നെങ്കിൽ മൊത്തമായിട്ട് അത് ഷേവ് ചെയ്യുക, അതല്ലെങ്കിൽ ഉത്റുഖു കുല്ലഹു, മുഴുവനായിട്ടും അങ്ങനെ വിട്ടേക്കുക. അതല്ലാതെ ഒരു സൈഡ് ഇങ്ങനെ എന്തൊക്കെ ചെയ്തൊരു പല ക്രോപ്പിലും പല രൂപത്തിലൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത്. അതേപോലെ നമ്മളും അത് ഇപ്പോഴത്തെ മോഡൽ അതാ, ബാർബർ ഷോപ്പിൽ കുട്ടിയെ കൊണ്ടുപോകും. എന്തിനാ ഈ ചെറിയ വിഷയത്തിലൊക്കെ ഇങ്ങനെ പറയുന്നത്? സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. അതല്ലാതെ ഇപ്പോ ഭൗതിക വിഷയങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ വേണോ വേണ്ടേ എന്നുള്ളതല്ല, മറിച്ച് ദീനിനെതിരായ വിഷയങ്ങളാവുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. വസ്ത്രധാരണത്തിന്റെ രീതി, അതുപോലെ തന്നെ മുടി വെട്ടുന്നിടത്ത്, ഇങ്ങനെ പലതിനെയും സ്വന്തം ബാപ്പയോട്, സ്വന്തം ഉമ്മയോട്, സ്വന്തം ജീവിതത്തോടുള്ള കടപ്പാടുകൾ മറന്നുകൊണ്ട് മറ്റുള്ളവരെ അമിതമായ ഒരു താരാരാധനയിലേക്ക് നമ്മുടെ മക്കളൊക്കെ വളർന്നു പോകുന്നു, ചെന്നെത്തിപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളെ, നമ്മൾ നാട്ടുകാരെ മുഴുവനും നന്നാക്കാൻ നമുക്കാവൂല. പിന്നെയോ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളെ ഇശാ കഴിഞ്ഞാൽ, നമസ്കാരം കഴിഞ്ഞാൽ വീട്ടിലെത്തണം. പിന്നെ വേറൊരു കാര്യങ്ങൾക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല അവർക്ക്. എന്തിനാണ്? രക്ഷിതാക്കളാണ് സഹോദരങ്ങളെ. നമ്മളും അതിനഡിക്റ്റായിട്ട് മൊബൈലിലും മറ്റുമൊക്കെ ആയിട്ട് വിലപ്പെട്ട സമയമാണ് ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത്. ഒരു സുന്നത്ത് നമസ്കാരം, ഒരു പേജ് ഖുർആൻ ഓതാൻ ഇതിലൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ, അതാണ് ഇങ്ങനെ വിനോദ വർത്തമാനങ്ങൾക്ക് വേണ്ടി സമയം അധികവും ചെലവഴിക്കുന്ന ആളുകൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വൈദാ തുസ്ല അലൈഹി ആയാതുന വല്ലാ മുസ്തക്ബിറ, ഒരായത്ത് ഓതി കൊടുത്താൽ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരായത്ത് ഓതി കൊടുത്താൽ അവർ തിരിഞ്ഞു കളയുന്നതാണ്. കഅല്ലം യസ്മഉ, അത് കേട്ടിട്ടില്ലാത്ത പോലെ. ദുനിയാവിന്റെ വിഷയമാണോ അതിലേറെ താല്പര്യമാണ് കളിയും വിനോദവും തമാശയുമായിക്കൊണ്ട്. എന്തൊക്കെ കാര്യങ്ങളാ സമ്പത്ത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്, പരീക്ഷണമെന്നോണം. വലാ തുബദ്ദിറ തബ്ദീറ, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്, നിങ്ങൾ ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അങ്ങനെ ഇസ്രാഫ് ദൂർത്ത് കാണിക്കുന്നവർ ശൈത്താന്റെ കൂട്ടുകാരാണ്.
ഇന്ന ശൈത്വാന ലിറബ്ബിഹി കഫൂറ, റബ്ബിനോട് നന്ദി കെട്ടവനാണ് ശൈത്താൻ, പിശാചിന്റെ മാർഗമല്ലേ സ്വീകരിക്കുന്നത്. എന്നിട്ട് എന്തിനൊക്കെയോ വേണ്ടി തർക്കിക്കുന്നു, അനാവശ്യമായ കാര്യങ്ങൾ. ഒരു മുസ്ലിമിന് ഒരിക്കലും അങ്ങനെയുള്ള ഇടങ്ങളിൽ പാടില്ല, അങ്ങനെയുള്ള കൂട്ടുകെട്ട് പാടില്ല. ഒരു ജീവിതത്തിൽ കുറച്ച് സമയമൊക്കെ ഒരാരോഗ്യത്തിന് വേണ്ടി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കളിക്കണോ വേണ്ട, അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമല്ല. അതൊക്കെ വേണ്ടതാണ്, അതൊന്നും ആരും വിരോധിക്കുന്നില്ല, അതൊന്നും വേണ്ട എന്ന് പറയുന്നത്. മറിച്ച് അതല്ല, അതിനെ അഡിക്റ്റ് ആയിട്ട് തർക്കിക്കുകയാണ്. ഇന്ന അബഅവന്നാസിലല്ലാ, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ആളുകൾ അൽ അലത്തുൽ ഹിസാം, അങ്ങേറ്റത്തെ തർക്കിക്കുന്ന ആളുകൾ. വെറുതെ തർക്കിക്കുക. ഇവൻ ഏതൊക്കെയോ ആളുകൾക്ക് വേണ്ടിയാണ് തർക്കിക്കുന്നത്. സഹോദരങ്ങളെ, വിശ്വാസിക്ക് പാടില്ല അനാവശ്യ കാര്യങ്ങൾ, ബാഡ് വേർഡ്സ്. ഒരാൾക്ക് വേണ്ടി, വേറെ ഏതൊക്കെയോ നാട്ടിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അടിപിടി കൂടുകയാണ്, തർക്കിക്കുകയാണ്, പന്തയം വെക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ചൂതാട്ടം അല്ലേ, പന്തയം വെച്ചുകൊണ്ടുള്ള കളികളാണ്. ഇതാ പാർട്ടിക്ക് വേണ്ടി, അതുപോലെ തന്നെ ടീമിന് വേണ്ടി, ആളുകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ പന്തയം വെച്ചിട്ട് നിങ്ങളത് ഒഴിവാക്കണേ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ, ശൈത്താൻ നിങ്ങളിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെയൊക്കെ കാണുന്ന അതാ, ഒരു ടീമിന്റെ ആളായി നിന്നിട്ട് ഉണ്ട് മറ്റുള്ളവരോട് ശത്രുത, പക, വിദ്വേഷം. മാത്രമല്ല ഏറ്റവും വലിയ കാര്യം, നിങ്ങളെ വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനി സ്വലാ, അള്ളാഹനെ ഓർക്കുന്നതിൽ നിന്ന് തടയുന്നു, നമസ്കാരത്തിൽ നിന്ന് തടയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ പോകുന്ന ആളുകൾ, ഇതിന്റെ പിന്നാലെ ഇതിന് അഡിക്റ്റ് ആയിട്ട് പോകുന്ന ആളുകൾ, അവർക്ക് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ല. ജമാഅത്ത് നടക്കുന്നു, ബാങ്കുന്നോ എന്നോ അവരുടെ മനസ്സിലേ ഇല്ല. അതേപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്ന വിഷയത്തിൽ, ഖുർആൻ ഓതുന്ന വിഷയത്തിൽ, ദിക്റുകളുടെ വിഷയത്തിൽ അതിനെക്കുറിച്ചൊന്നും അവർക്കറിയേയില്ല. അതാണ് യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ ഐഹികമായ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ഈമാൻ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ, നമസ്കാരത്തിന്റെ ഷർത്ത് എത്ര, ഫർദ് എത്ര എന്ന് ചോദിച്ചാൽ ഈ ആളുകൾക്കറിയില്ല, ഈ മക്കൾക്കറിയില്ല. സഹോദരങ്ങളെ, ഇതൊരു ആക്ഷേപമായി പറയല്ല, തിരിച്ചറിവിന് വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി, ആലോചിക്കാൻ വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? നിങ്ങൾക്ക് ശക്തി വേണം, നിങ്ങൾക്ക് ആരോഗ്യം വേണം, ദീനിന് വേണ്ടിയാണ് നിങ്ങളുടെ ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ. ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ്, നിനക്ക് നീ ബെനിഫിറ്റ് ഉള്ള കാര്യത്തിൽ നീ ഇൻട്രസ്റ്റ് എടുത്തോ, അതിൽ നീ അശ്രദ്ധരാവരുത്, അള്ളാഹുവിനോട് സഹായം തേടിക്കോ. അതല്ലാതെ യാതൊരു ബെനിഫിറ്റും ഇല്ലാത്ത കാര്യത്തിന്റെ പിന്നാലെ പോവുക, അത് സത്യവിശ്വാസികൾക്ക് പാടുള്ളതല്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഹാഫിളൂൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും. അതിനുള്ള ഒരു തന്റെ ഇടം വേണം. ആരെങ്കിലൊക്കെ വിളിക്കുമ്പോൾ അതിന്റെ കൂടെ കൂടിക്കൊടുക്കാനുള്ളതല്ല നമ്മുടെ ടൈം, നമ്മുടെ സമ്പത്ത് കൊടുക്കാനുള്ളതല്ല. ഹലാലാണോ ഹറാമാണോ നോക്കിയിട്ട് ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണോ? എത്രയോ സഹോദരങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ 10,000 പൊടിച്ചു കളയുന്നത്? രോഗികളായ ആളുകൾ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ, സ്കൂൾ തുറന്ന് ബുക്ക് വാങ്ങാൻ, ഫീസ് അടക്കാൻ കഴിയില്ലാത്ത ഫാമിലികൾ, കുടുംബങ്ങൾ എത്രയോ ഉണ്ട്. അതൊക്കെ അന്വേഷിച്ചു പിടിച്ച് അവരെ സഹായിക്കുക, അതൊക്കെ ഒരു ഉപകാരമുള്ള കാര്യമാണെന്ന് വിചാരിക്കുക. പക്ഷേ ഇത് വെറുതെ ഓരോരുത്തരുടെ ആളുകളായിക്കൊണ്ട് അതിന് പിന്നാലെ പോവുക, ഇതൊരിക്കലും വിശ്വാസിക്ക് ഭൂഷണമല്ല, ശരിയല്ല. എന്തിനാണ് ഇത് ഇവിടെ പറയുന്നത്? സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ അതിന് പിന്നാലെ പോകരുത്. നമുക്കത് പാടുള്ളതല്ല. എന്ത് ഇങ്ങനെ ഒരു അഡിക്ഷൻ, അത് വിശ്വാസി അവൻ ജാഗ്രതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നവനാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തി, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ, ഒന്നും നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സമ്പത്തോ ദുനിയാവിന്റെ യാതൊന്നും അല്ലാഹനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ എന്ന്. ഇതൊക്കെ ദിക്റുള്ളയിൽ നിന്ന് തടയുന്ന കാര്യങ്ങളാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും സമ്പത്ത് വിനിയോഗിക്കുന്നു അനാവശ്യമായി, സമയം അവൻ അനാവശ്യമായി കൊണ്ട് കളയുന്നു, ആയുസ്സിനെ അവൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാക്കുകളും പ്രവർത്തനങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ നശിച്ചു പോകുന്ന ഇതൊക്കെ എന്തിനു വേണ്ടി? അതിന്റെ പിന്നിലൊക്കെ കള്ളും അതുപോലെ തന്നെ മദ്യവും ചൂതാട്ടവും അതേപോലെ തന്നെ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഇതിന് പിന്നിലുണ്ട്. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അതാ. അപ്പൊ അതുകൊണ്ട് ആവേശമല്ല, കളിയല്ല, തമാശയല്ല ജീവിതം. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഏത് സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചാലും ഈമാനോടുകൂടി മടങ്ങാനുള്ള ഒരു ഖൽബ്, ആ ഒരു ഖൽബ്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ
ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിമാ കാനൂ യക്സിബൂൻ. സഹോദരങ്ങളെ, ഈമാനോടുകൂടി എന്ത് സൽക്കർമ്മം ചെയ്തോ അതേ നമുക്ക് ബാക്കി ഉണ്ടാവുകയുള്ളൂ. അവർക്കാണ് ഒരു നല്ല ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ടൊരു തിരിച്ചറിവ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ നീ എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ നിനക്ക് സാധ്യമല്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, ഒരു മനുഷ്യൻ എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാനും നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സമയം വിലപ്പെട്ടതാണ്, ആരോഗ്യം അത് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരായ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, നാം കാത്തു സൂക്ഷിക്കേണ്ടതായ ചില ലിമിറ്റ്സ്, അതിർവരമ്പുകളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്നതിനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, തിൽക ഹുദൂദുല്ലാഹ്, അത് അല്ലാഹുവിന്റെ അതിർവരമ്പുകളാണ്. ചിലത് നമ്മൾ ലിമിറ്റ് വിട്ട് പോകാൻ പാടില്ല, അത് കാത്തു സൂക്ഷിക്കണം. വമൻ യുതഇല്ലാഹ വ റസൂലഹ്, അല്ലാഹുവിനെയും റസൂലിനെയും ആര് അനുസരിക്കുന്നു, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫിഹാ, അവരതിൽ ശാശ്വതരായിരിക്കും. വദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് വമ്പിച്ച വിജയം എന്നുള്ളത്. ജീവിത വിജയം നേടാൻ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മാർഗം പിന്തുടരുക എന്നതാണ്. മറ്റൊന്ന് വമൻ യഅസില്ലാഹ വ റസൂലഹു വയതഅദ്ദാ ഹുദൂദ, അല്ലാഹുവിനെയും റസൂലിനോടും ഡിസൊബേ ചെയ്ത് ധിക്കാരം കാണിച്ച് ആ ലിമിറ്റ് ക്രോസ് ചെയ്തുകൊണ്ട് ആര് പോകുന്നു എങ്കിൽ യുദ്ഖിൽഹു നാറ, കത്തിയാളുന്ന നരകമാണ് അവർക്ക് പ്രവേശിക്കാനുള്ളത്. ഖാലിദൻ ഫിഹാ, അതിലും അവർ ശാശ്വതരാണ്. വലഹു അദാബും മുഹീൻ, അല്ലാഹുവിന്റെ അടുക്കൽ വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു വസ്തുത, വമൻ യഇഷ് അൻ ദിക്രിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് ഏതൊരാൾ തിരിഞ്ഞു ജീവിക്കുന്നോ, നുഖയ്യിദ് ലഹു ശൈത്താന, അവനൊരു ശൈത്താനായിരിക്കും അവന്റെ കൂട്ടാളിയായിക്കൊണ്ട് ഉണ്ടാവുക. മാത്രമല്ല അവനായിരിക്കും അവന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്, ആ ശൈത്താൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് കൂട്ടുകാരായിരിക്കാം, അതല്ലെങ്കിൽ മറ്റു തലക്കായിരിക്കാം, പല രൂപത്തിലും. അതുകൊണ്ട് അങ്ങനെയുള്ള പിശാചുക്കളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി നൽകിയിട്ടുണ്ട്. ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കുവാനുമുള്ള ബുദ്ധി, കോമൺ സെൻസ് മനുഷ്യന്മാർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എനിക്കെന്തൊരു കാര്യമുണ്ട്, എനിക്കെന്തൊരു നേട്ടമുണ്ട് ഈ കാര്യം ചെയ്താൽ എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ സഹോദരങ്ങളെ ഏതൊരാൾക്കും കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണോ, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യമാണോ ഇത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അതാണ്. റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, റബ്ബേ എന്നെ സ്വർഗത്തിലേക്ക് അടുക്കുന്ന വാക്കുകൾ എന്നിൽ നിന്നുണ്ടാവണം, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതായ പ്രവർത്തനങ്ങൾ എന്നിൽ നിന്നുണ്ടാവണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, റബ്ബേ നരകത്തിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണേ. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, എന്റെ വാക്കുകൊണ്ട് എന്നെ നരകത്തിലേക്ക് അടുപ്പിക്കുന്നെങ്കിൽ, എന്റെ പ്രവർത്തനങ്ങൾ എന്നെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ അതിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ റബ്ബേ എന്നുള്ള പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മൾ അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന സഈമുൻ ബിബൈതിൻ മിൻ ഫി റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഒരോരത്തെ ഒരു വീടുണ്ട്, ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖൻ, അനാവശ്യമായ തർക്കങ്ങളും അനാവശ്യമായ സംസാരങ്ങളും ഒഴിവാക്കി, അവനത് അർഹനാണെങ്കിലും ശരി ഒരു തർക്കത്തിന് ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മുടെ സംസാരത്തിന് എത്ര വാല്യൂ ഉണ്ട്,
എത്ര നമ്മൾ ഒഴിവാക്കുന്നു. ഏറ്റവും കൂടുതൽ മനുഷ്യർ നരകത്തിലേക്ക് കൂപ്പുകുത്തുന്നത് അവന്റെ നാവുകൾ സമ്പാദിച്ചത് കൊണ്ടാണ്. ഇല്ലാ ഹസാഇദു അൽസിനതീം. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഒന്നും മിണ്ടേണ്ടതില്ല. എന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ അഭിപ്രായം പറയുന്നത്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെറ്റുവെക്കുന്നത്, അതിനുവേണ്ടി പന്തയം വെക്കുന്നത്, സംസാരിക്കുന്നത്, അനാവശ്യമായ ഒരു വിഷയങ്ങൾ ഹലാലാക്കിയ കാര്യങ്ങളാണോ ഹറാമാക്കിയ കാര്യങ്ങളാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുക, പഠിക്കുക. ഇതൊക്കെയാണ് സഹോദരങ്ങളെ ഈ വിഷയങ്ങളിൽ നമ്മൾ ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന കാര്യങ്ങളെ നമ്മൾ ജാഗ്രതയോടുകൂടി കാണണം. റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. റബ്ബേ, നാഫിആയ ബെനിഫിറ്റായ ഇൽമുകൾ എനിക്ക് പ്രദാനം ചെയ്യണം. നമ്മൾ ആലോചിക്കേണ്ടതാ, എത്ര ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതിന്റെ എത്ര അർത്ഥം എനിക്കറിയാം. ഞാൻ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടോ? അതല്ല വെറും കളിയും വിനോദവും തമാശയുമായി കൊണ്ടാണോ എന്റെ വിലപ്പെട്ട സമയം വിനിയോഗിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിനെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ആരോഗ്യത്തെ എല്ലാം അല്ലാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിത സന്ധാരണ മാർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഈശത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സിഹത്തും ആഫിയത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി പ്രയാസപ്പെടുന്നവരായുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗികൾക്ക് അല്ലാഹു ശമനം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ലോകത്ത് അവരെയും നമ്മയുമെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.